ഈ മലയാളികളുടെ ശീലം എന്ന് പറയുന്നത് വരുമാനം കൂടും എന്ന് പ്രതീക്ഷിച്ചിട്ട് അത് കൂടുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് ലോൺ എടുക്കാൻ തുടങ്ങും. അതായത് ഒരാൾക്ക് ജോലി കിട്ടിയിട്ട് ആളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ആവുന്നതിന് മുൻപ് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഓടിപ്പോയിട്ട് ലോൺ എടുക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് വില കൂടിയ കാറുകൾ വാങ്ങിക്കുക, മൊബൈൽ വാങ്ങിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകും നമ്മുടെ ലൈഫിൽ. ഇതൊന്നും തെറ്റല്ല, പക്ഷെ ആദ്യം തന്നെ വേണ്ടത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയിട്ട് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോൺ എടുക്കാണ്ട് ഏതെങ്കിലും ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോൺ എടുക്കാൻ ശ്രമിക്കുക. ഈ ലോൺ എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾ കൃത്യമായിട്ട് EMI അടയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ താഴെ പോകും. പിന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം എമൗണ്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുള്ള തുടർച്ചയായിട്ടുള്ള സെർച്ചുകൾ നമ്മളെ ലോൺ എടുക്കാൻ നിർബന്ധിക്കും. അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലോൺ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിബിൽ സ്കോർ താഴെ പോകും. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 30 മുതൽ 40% വരെയെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ അതും കൂടി നിങ്ങൾ ലോണിലേക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വീഴും. ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് ലിറ്ററലി അപ്ഗ്രേഡ് ചെയ്യപ്പെടും.